സിനിമയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമൊക്കെ സുരേന്ദ്രൻ എന്നൊക്കെ തന്നെയായിരുന്നു ടൈറ്റിൽ വന്നുകൊണ്ടത്. പിന്നെ ഈ പത്മരാജൻ്റെ അതൊരു പടം ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നു അവരനാവതോ ആകുമ്പോഴത്തേക്ക് സാബു കൊളോണിയൊക്കെ ആദ്യം ആയിട്ട് പോസ്റ്റ് സിനിമയിൽ വരിക, സാറിൻ്റെ കൂടെ വരിക. അപ്പോൾ ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, കടയ്ക്ക് ഇങ്ങനെ എൻ്റെ ടൈറ്റിൽ വെക്കുമ്പോഴത്തേക്കും ഇന്ദ്രൻസ് എന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒത്തിരി ഒതുങ്ങിയ ആക്കുളത്തേക്ക് ഒത്തിരി ഒതുങ്ങിയ സ്ഥലത്തായിരുന്നു തിരക്കുന്നത്. അതിങ്ങനെ മെഡിക്കൽ കോളേജിലേക്കൊരു കടയൊക്കെ കിട്ടി അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുള്ള ഗുണം സിനി ടൈലേഴ്സ് എന്നൊക്കെ വയ്ക്കും. മദ്രാസിലൊക്കെ അങ്ങനെ കോസ്റ്റ്യൂമർമാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തയ്യൽ കിട്ടുമല്ലോ. അങ്ങനെ സാറ് പറഞ്ഞാൽ ആനന്ദ സാബുണ്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ടൈറ്റിലും ഇന്ദ്രൻസ് എന്നാക്കുന്നു. അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ വിളിപ്പേരും എല്ലാവരും അങ്ങനെ ആയിപ്പോയതാണ്. ആദ്യമായിട്ട് അങ്ങനെ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞു. ഇന്നലെയിലൊക്കെ അവരിൽ ഇന്നലെ 3-ാം പക്കത്തിലൊക്കെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു തരും സാറേ. കേരളത്തിലെ 2 കെ സുരേന്ദ്രന്മാരുണ്ടല്ലോ. ഒരു കെ സുരേന്ദ്രൻ നമുക്കൊക്കെ അറിയാം, മറ്റൊരു കെ സുരേന്ദ്രൻ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴും അറിയുന്നത്. കെ സുരേന്ദ്രൻ എങ്ങനെയാണ് ഇന്ദ്രൻസ് ആകുന്നത്? അതെങ്ങനെ തയ്യക്കടയ്ക്ക് പേരിടുമ്പോഴത്തേക്കും 1-2 കട പൊളിഞ്ഞായിരുന്നു. പിന്നെ ഇനി അടങ്ങിയിരുന്നുള്ള നമുക്ക് വാക്ക് കൊടുത്തിട്ടൊക്കെ പിന്നെ 3ാമത് തുടങ്ങുന്നൊരു കടയാണ്. അപ്പോൾ അതിനു മുമ്പ് വർക്ക് ചെയ്ത മാസ്റ്റർമാരുടെയൊക്കെ പേരിലായിരുന്നു. ഒരു സുകുമാർ ടൈലേഴ്സ്, അയാളുടെ സുകുമാരൻ നേരാ. അപ്പോൾ പെട്ടെന്ന് എനിക്കും തോന്നിയത് അയാളെ ഒരുപാട് എന്നെ സ്വാധീനിച്ചൊരു മാസ്റ്ററായിരുന്നു. നമ്മുടെ പേര് തന്നെ വെച്ചാലോ വേറൊരു പേരിടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ ചുരുക്കിയതാണ്. അപ്പോഴത്തേക്കും അനിയന്മാരും ഒക്കെ ഏതാണ്ട് പഠിത്തമൊക്കെ നിർത്തി തയ്യൽ പഠിക്കാനൊക്കെ തുടങ്ങി. അവർ കൂടുമെന്നറിയാം. പിന്നെ പച്ചിട്ട് മോനരൊക്കെ ജയനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു എസ്സും കൂടെ ചേർത്ത്. അവരിപ്പോൾ ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ അനിയന്മാരുടെ അതിനകത്ത് ഇപ്പം അവർ തന്നെ നടത്തിക്കൊണ്ടു പോകും. അന്ന് ഇങ്ങനെ ഈ പേര് വിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു, അതോ എല്ലാവരും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരില്ല. ഒരു കുഞ്ഞ് തൈക്കടയില്ല, 2 മെഷീൻ കിട്ടണം തുടങ്ങുമ്പോഴത്തേക്കും അങ്ങനെ വിശാലമായിട്ടൊന്നും പോവുകയും ചിന്തിക്കുകയും ചെയ്തില്ല. പത്മരാജൻ കുറെ നിർബന്ധിച്ചിട്ടാണ് പോയത്. രണ്ടാമത് ആദ്യത്തെ ഈ കോസ്റ്റ്യൂമർ ആയിട്ടുള്ള ഒരു അതത്ര വിജയിച്ചില്ല. അതിനുശേഷം തങ്ങൾക്ക് മടിയായിരുന്നു. പത്മരാജൻ കുറെ നിർബന്ധിച്ച് ആളെ വിട്ട് വിളിപ്പിച്ച്. സാറ് നിർബന്ധിച്ചൊന്നുമില്ല. സാറിൻ്റെ അടുത്തൊന്ന് സുരേഷ് ഉണ്ണിത്താനും പിന്നെ ലത്തീഫ് കേക്കെയാണ്. സാറിനെപ്പോഴും സൗകര്യം തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരാൾ അതിനു മുമ്പൊക്കെ മദ്രാസിലൊക്കെ ഉള്ളവരായിരുന്നു ചെയ്യുക. അങ്ങനെ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഉണ്ണിത്താനൊക്കെ എന്നെ അറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അസോസിയേറ്റായിട്ട് വേറെ വർക്ക് ചെയ്ത പടത്തിൽ ഞാൻ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ച് വിട്ടതാണ്. അപ്പോൾ ഞാനപ്പോഴത്തേക്കും ഈ നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി തയ്യക്കട നന്നായി പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇനി ഞാൻ ഒതുങ്ങിയിരുന്നോളാം നമ്മൾക്ക് വാക്ക് കൊടുത്തൊക്കെ തുടങ്ങിയതാണ്. ആ സമയത്തൊക്കെ മൗനം വാചാലം ഒക്കെ വന്നിട്ട് ഞാൻ കടയിലിരുന്ന് തന്നെ കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ, കൂടെ പോയില്ല. പിന്നെ പത്മരാജ സാറിൻ്റെ പടമെന്ന് പറഞ്ഞാൽ അവർ വിളിക്കുമ്പോഴത്തേക്കും ഒരു ആവേശവും ആർത്തിയൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെയും പോയാലെങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചു. എന്തോ വരട്ടെ എന്ന് വെച്ചാൽ എങ്ങനെ പോയതാണ് മുന്തിരത്തോപ്പ്. ഈ ചില സിനിമകളിൽ വെയിറ്ററായിട്ട് കാണും, ചില സിനിമകളിൽ ബസ്സിൽ ഒരു യാത്രക്കാരനായിട്ട് കാണും. അതേസമയം തന്നെ വേറൊരു റോളും കാണും. എല്ലാം ചെറിയ ചെറിയ റോളുകളും. ഈ പത്മരാജന്റെ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയിലും ഈ അഭിനയവും ഈ പത്മരാജന്റെ അനുഭവം എങ്ങനെയാണ്? നാടകങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്നു സുരേഷ് ഉണ്ണിത്താനുമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ നാടക മത്സരത്തിന് പോകും, എനിക്ക് പ്രൈസ് കിട്ടുന്നതും അദ്ദേഹവും നാടകവും വെളിയൻ ചന്ദ്രൻ സാറിൻ്റെ ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അപ്പോൾ അതറിയാം, അഭിനയം കൊതിയുണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ കോസ്റ്റ്യൂം ഓരോ ക്യാരക്ടറും ലിസ്റ്റ് തരും. അതിൽ ചില പേരുകളങ്ങനെ ഒഴിഞ്ഞു കിടക്കും. വെയിറ്ററുടേത്, അല്ലെങ്കിൽ ഒരു ബസ് കണ്ടക്ടർ, അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞൊക്കെ ഇതാരാന്നറിയാതെ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേതെങ്കിലും എനിക്കുള്ളതൊന്നും ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതെപ്പോഴും എടുക്കും സാർ, ഈ ക്യാരക്ടർ ആരാ, ഇതാരാ എന്നൊക്കെ ചോദിക്കും. അത് നിൻ്റെ അളവിലൊക്കെ തയ്ച്ചേക്കെന്ന് പറയും. അങ്ങനെ കാത്തിരുന്ന് സാർ എന്തേലും സാറിന് മനസ്സിലാവുമായിരിക്കും. ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയിൽ ഒരു വലിയ അനുഭവമായിരുന്നു അതൊരു മാറ്റം. ഞാനിങ്ങനെ മദ്രാസിലൊന്നും പോയി ആരോടും വർക്ക് ചെയ്തിട്ടില്ല. ടൈലറിങ് അറിയാം. പിന്നെ തിരുവനന്തപുരത്ത്
നാട്ടിലുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴും ഞാൻ കരുതിയിരുന്നത് ഒരു ഫ്രെയിമിൽ ഒന്നിലധികം പേര് ഒരു നിറത്തിൽ വന്നു പോകരുത്, പിന്നെ എല്ലാ നിറങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു ആഡംബരം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പോസ്റ്റ്മാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് അറിയാം, എങ്കിൽ പോലും പൊതുവിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ അധ്യാപകർ ഒന്നിലും അങ്ങനെ ആരും കുറ്റമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല, ചെയ്ത അത്രയ്ക്ക് അധികം ചെയ്തൊന്നുമില്ല. പ്രിൻസിപ്പൾ ഒളിവിൽ, പിറവി അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ ചെയ്തു അവരുടെ നിർദ്ദേശത്തിൽ തന്നെ. പക്ഷേ ആ കണക്കിന് ഞാൻ കുറേ പർച്ചേസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പത്മനാഭൻ സാറെ വിളിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ എന്തായിരുന്നു മനസ്സിലെന്നൊക്കെ ചോദിക്കും. ഇത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നേരെ തിരിച്ചൊക്കെ ആയിരിക്കും സാറ് സെലക്ട് ചെയ്യും. അത് അങ്ങനെ വല്ലാതെ ആ വായിച്ച ആ കഥാപാത്രത്തിൻ്റെ മനസ്സും അതിൻ്റെ നിറവും ഒക്കെ അങ്ങനെ ഒരു ഉൾക്കാഴ്ച എവിടെയൊക്കെ എന്തോ സംഭവങ്ങളുണ്ടെന്നുള്ളൊരു നിസ്സാരമല്ല എന്ന് തോന്നിയതാണ്. ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് പല തലമുറകളിലുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നടന്മാർക്ക് വേണ്ടിയിട്ട്. അതിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കോസ്റ്റ്യൂം ഇട്ട് ഏറ്റവും സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ടോ തോന്നിയിട്ടുള്ള നടനോ നടിയോ ആരാണ്? ഒത്തിരി പേരുണ്ട്, പ്രത്യേകിച്ചും പണ്ടുള്ളവരാ. പണ്ടെന്നല്ല കുറച്ച് മുമ്പുള്ളവരാ. അതിൽ നടനും നടിയെന്നൊക്കെ പറഞ്ഞൊരു ചന്തം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം ഇല്ലയെന്നല്ല, ശാരീരികമായിട്ടൊരു ഭംഗി ഉണ്ടാവില്ലേ, അത് ഇട്ടിട്ട് മാറി നമ്മൾ നോക്കുമ്പോൾ അതിനൊരു തൃപ്തി ഉണ്ടാവും. അവരുടെ ശരീരവും അങ്ങനെ അവർ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്, അലക്ഷ്യമായിട്ടൊന്നും അങ്ങനെ ഇടുന്നില്ലല്ലോ. കുറേ ഉണ്ട്. മുൻപൊക്കെ ചെയ്യുന്ന പടങ്ങളെല്ലാം തന്നെ മുരളിച്ചേട്ടനോ അല്ലെങ്കിൽ സുകുമാരൻ, സോമൻ, അങ്ങനെ അവരൊക്കെ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ക്യാരക്ടർ അനുസരിച്ച് തന്നെ. പക്ഷെ അതിൽ ഒരു പ്രത്യേകിച്ചും ഫീമെയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നല്ല ശാരീരിക ഭംഗിയാണ്, അവർക്ക് സൗന്ദര്യം. അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സും അതുപോലെയാണ്, ഒരു ചുളിവോ ഒന്നും വരാണ്ട്. അത് കുറേ ഉണ്ട്. പണ്ടൊക്കെ നേരത്തെയുള്ള എല്ലാ നടികളും നല്ല ഭംഗിയല്ലേ. അജയ് പാണ്ഡ്യ, ഷീല ചേച്ചി, ശ്രീവിദ്യ ഒക്കെ അങ്ങനെ. ഇതിലാരെങ്കിലും സംവിധായകനല്ലാതെ ഡയറക്റ്റായിട്ട് ഇന്ദ്രൻ ചേട്ടനോട് സംസാരിക്കാറുണ്ടോ? എൻ്റെ വസ്ത്രം ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ രീതിയിൽ മാറ്റം വരുത്തണം എന്നൊക്കെ നടന്മാരിൽ ആരെങ്കിലും ഇങ്ങനെ നിഷ്കർഷിക്കാറുണ്ടോ? എങ്ങനെ മെറ്റീരിയലിനെ കുറിച്ച് പറയും ചിലർ, അവർക്ക് അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. സാറ് ഒരു ഡയറക്ടർ ഒരെണ്ണം നിർദ്ദേശിച്ചാലും കളറോ പാറ്റേണൊക്കെ പറഞ്ഞാലും അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അവരുടെ ഒരു ഇഷ്ടം നമ്മൾ ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മെറ്റീരിയലുണ്ട്, കോട്ടണോ ചില സിൽക്ക് അങ്ങനെയൊക്കെ, അത് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. പിന്നെ അല്ലെങ്കിൽ സംവിധായകൻ ഒത്തിരി ഇച്ചിരി എന്തോ പറയും പവർ കുറഞ്ഞ ഒരാളാണെങ്കിൽ ആർട്ടിസ്റ്റുകളെ കയറി മേയും. അപ്പോൾ ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടോ, അവരെങ്ങനെ ചെങ്കോല് കയ്യിലെടുക്കും. മമ്മൂട്ടിക്ക് പണ്ട് ഡബിൾ ബാരൽ അങ്ങനെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഇടുള്ളായിരുന്നു, ഒരിക്കൽ സെറ്റിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ താങ്കൾ എന്തോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് രക്ഷപ്പെടാൻ നിർത്തിയില്ലാതെ. സാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കും, അതിൻ്റെ ഒരു വൃത്തിയൊക്കെ കണ്ടിട്ട് മനസ്സ് തൃപ്തിയാവുള്ളൂ. അങ്ങനെയുള്ളതുണ്ട്. അളവിനപ്പുറത്തേക്കൊരു ഇഷ്ടം തോന്നണം. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് സാറിൻ്റെ വർക്ക് ചെന്ന് ജോഷി സാറിൻ്റെയൊക്കെ പടം ചെന്ന് വലിയ കോസ്റ്റ്യൂമർമാർ അവർ ബോംബെയിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോസ്റ്റ്യൂമർമാരൊക്കെ പണ്ട് MM കുമാർ എന്നൊക്കെ പറയുന്ന കോസ്റ്റ്യൂമർമാരൊക്കെ ഫ്ലൈറ്റിലാണ് പോയി വരിക എന്നൊക്കെ പറയാം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ട്രെയിനിൽ തന്നെ നല്ല ക്ലാസ്സിലൊന്നും നമുക്ക് ടിക്കറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അവരോടൊക്കെ അങ്ങനെ അതിശയം തോന്നും. മമ്മൂക്കയ്ക്കൊക്കെ ആ ഡബിൾ ബുൾട്ട് ഷർട്ടൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ നല്ല പാറ്റേൺ കിട്ടണമെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്നതാണ്. ഇവിടെ കിട്ടുന്നുണ്ടെങ്കിലും വേറെ ആരും ഉപയോഗിക്കാത്തത് കിട്ടണ്ടേ, അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷേ അത്രത്തോളം സത്യമാണെന്നും എനിക്കറിയില്ല. അപ്പോൾ ആ വിസ ചെയ്യുമ്പോഴത്തേക്കും മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അങ്ങോട്ടാണ്. അപ്പം വേലായുധം കീഴിലാണ് ചേട്ടനാ കോസ്റ്റ്യൂമർ. ആളെന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു. പെട്ടെന്ന് സാറിന് ഷർട്ട് വേണം. അപ്പോൾ നേരത്തെ എടുത്ത തുണി ഉണ്ടായിരുന്നു ഒരെണ്ണം, അത്ര ബെറ്റർ ഒന്നുമില്ലെങ്കിലും ആ നിറമൊക്കെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഉപയോഗിക്കും ഇതെങ്ങനെയാണെന്നൊക്കെ ആശങ്ക അവരും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളറിൻ്റെ പേടും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ DV എന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിൽ
സാറ് കാണുന്ന ബന്ധത്തിന് ദൂരോട്ട് മാറിയെന്ന് പിന്നെ കിളക്കി കൊടുത്തു. അത് കാണുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ മമ്മൂട്ടിക്ക് മനസ്സിലായില്ലേ ഇത്? അറിയില്ല, നന്നാണ്, ഇഷ്ടായി. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മെഷർമെൻറ്റിലോ സ്റ്റിച്ചിങ്ങിലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് ഒറിജിനൽ ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് ഇട്ട് ഷോട്ട് എടുക്കണമല്ലോ ഒരു ആദ്യം ഉണ്ടല്ലോ. അപ്പോൾ കോസ്റ്റ്യൂം അതൊന്നും കുഴപ്പം വരില്ലേ, നമ്മൾ കാരണം വർക്ക് തടസ്സമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് അതിജീവിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്. പിന്നീട് അത് മമ്മൂട്ടിയോട് പറഞ്ഞോ? പിന്നീട് എപ്പോഴെങ്കിലും ഇത് സംഭാഷണത്തിൽ വന്നിട്ടുണ്ടോ? എപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് എങ്ങനെയോ ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയോ പറഞ്ഞു. അതിന് മുമ്പ് സാറിൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു തോന്നുന്നു. സാറിന് തമാശയായിട്ട് എടുത്തോളും. ഇനി ചിലർ പറയും ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സാർ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലെങ്കിലും രസമായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. ഈ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ മറു സൈഡില് മോഹൻലാലിനെ പോലെ എന്തെങ്കിലും നിഷ്കർഷ ഉണ്ടോ കോസ്റ്റ്യൂമിന്റെ കാര്യത്തില്? ഉണ്ട്, എങ്കിൽ പോലും അങ്ങനെ അവരെന്ത് പറഞ്ഞു മോനെ, അവരെന്ത് ഡയറക്ടർ എന്ത് പറഞ്ഞു, എന്നാൽ പിന്നെ അതല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഓർമ്മയുള്ളൂ. നിർബന്ധങ്ങളില്ല. ഏത് സിനിമ മുതലാണ് ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ളതിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഞാൻ അഭിനയത്തിൽ മാത്രമല്ല ഒരു എനിക്ക് തോന്നുന്നു അതങ്ങനെ തന്നെ പെട്ടെന്ന് പറ്റിയത് CD ഉണ്ണികൃഷ്ണനാണ്. പക്ഷെ അതിനു മുൻപ് മാലയോഗം, 94 ധനം, ആധാരം അങ്ങനെയൊക്കെയുള്ള സിനിമകൾ പ്രതീക്ഷ തന്നു തുടങ്ങിയായിരുന്നു. ഒന്നിനോട് പടം ഒഴിവാക്കി കൂടെ നിന്നാൽ മറ്റേ എപ്പോഴും തിരക്കാണ്. 4-5 പടം ഒരേ സമയത്ത് എൻ്റെ തന്നെ ഉണ്ടാവും. ഞാനിങ്ങനെ അസിസ്റ്റൻസിനെയൊക്കെ ആക്കിയിട്ട് എല്ലായിടത്തും ഓടി നോക്കി ഒക്കെ പോകുന്നതാണ്. അപ്പം നല്ല തിരക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായില്ല. അപ്പോൾ കൊതി തുടങ്ങി. നിന്നാൽ ചിലപ്പോൾ കുഞ്ഞു വേഷങ്ങളൊക്കെ വേലക്കാരനെയോ അറ്റൻഡറോ വാച്ചറൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വന്നതായിരുന്നു. അപ്പോൾ CD ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് മുൻപ് തന്നെ സ്ഫടികമൊക്കെ തീർന്നു. സ്ഫടികം പിന്നെ 1 വർഷം അങ്ങനെ കിടന്നു. ഇടയ്ക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു, കുറച്ച് കൂടുതൽ നാൾ അതങ്ങനെ മുടങ്ങി കിടന്നു. പിന്നെ അത് ഈ CD ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ് ഉടനെ തന്നെ ആ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയിട്ട് തന്നെ മറ്റേ മലപ്പുറം ഹാജി മഹാനായ ജോജിലൊരു ക്യാരക്ടർ വിളിച്ച് ചെയ്തു. അപ്പോൾ വന്നപ്പോൾ എല്ലാം ഒരുമിച്ച് സ്ഫടികമൊക്കെ ആ കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നീട് കത്രിക തൊടാൻ സമയം കിട്ടിയിട്ടില്ല.